PS അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ശാസനങ്ങളെക്കുറിച്ചൊരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പോയി നോക്കുക. അല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ ഇല്ലേ, ഇവിടെ ഇതിൻ്റെ സജസ്റ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എൻഡ് സ്ക്രീൻ ആണെങ്കിലും ആഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ പാടാം. ആദ്യത്തെ ഒരു 4 എണ്ണത്തിൻ്റെ. വാഴപ്പള്ളി രാജശേഖരവർമ്മൻ തരിസാപ്പള്ളി സ്ഥാണുരവിവർമ്മൻ പാലിയം വിക്രമാദിത്യവരഗുണൻ മാമ്പള്ളി വല്ലഭൻ കോതാ. ഓക്കെ, അത്ര മതി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പോയി നോക്കിയാൽ മതി. അവിടെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കുമേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെസ്റ്റ് പേപ്പറാണ്. 8ാമത്തെ ടെസ്റ്റ് പേപ്പറാണ് കേട്ടോ. ഓരോരോ ചെറിയ ടോപ്പിക്ക് വെച്ചിട്ട് ഉള്ള 8ാമത്തെ ടെസ്റ്റ് പേപ്പറാണ്. സ്കൂൾ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് സംഘടനകളും സ്ഥാപകരും. തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കേരള PSCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. PSC ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ചാനലിലൊന്ന് പോയി നോക്കുക. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ചെറിയ പാട്ടൊക്കെ ഒന്ന് പാടി ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ ക്ഷമിക്കണേ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ടെസ്റ്റ് പേപ്പറാണ്. ഒരു പേപ്പറൊക്കെ എടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. 2, ശുദ്ധി പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം. 3, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആര്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. 4, ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? 1920 ഖിലാഫത്ത് പ്രസ്ഥാനം. ആരാണ് സ്ഥാപിച്ചത്? 4, NSS സ്ഥാപിച്ചത്? നായർ സർവീസ് സൊസൈറ്റി. സ്ഥാപിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 5. 6, സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? സത്യശോധക് സമാജ്. 7, ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എഴുതണേ. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? ഭാരതീയ വിദ്യാഭവൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? 10. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ. 11, ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? 12, ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. 13, ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ മഹാസഭ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. 13. 14, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെ? തിയോസഫിക്കൽ സൊസൈറ്റി. 14. 15, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആരാണ്? 15, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആരാണ്? 15.
15 സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആരാണ്? 15. 16 ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് ആര്? 16 ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? 16 ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് ആര്? 17 സേവാസദൻ സ്ഥാപിച്ചത് ആര്? സേവാസദൻ. സേവാസദൻ ആരാണ് സ്ഥാപിച്ചത്? 17. മലയാളി സഭ സ്ഥാപിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 18. മലയാളി സഭ സ്ഥാപിച്ചത് ആരാണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ. 19 സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? സർവോദയ പ്രസ്ഥാനം. സർവോദയ പ്രസ്ഥാനം 19. 20 ചിപ്കോ പ്രസ്ഥാനം. 20ാമത്തെ ക്വസ്റ്റ്യൻ. ചിപ്കോ പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ 20 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ആൻസർ എഴുതിക്കോ, ടിക്ക് ചെയ്തോണേ. ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗാണ്. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി. 3ാമത്തെ ക്വസ്റ്റ്യൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സർ വില്യം ജോൺസ്. സർ വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സർ വില്യം ജോൺസ് ആണ്. ഖിലാഫത്ത് പ്രസ്ഥാനം 1920 അലി സഹോദരന്മാർ, മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അല്ലേ? അപ്പോൾ അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. 4. 5 NSS നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീ മന്നത്ത് പത്മനാഭനാണ്. 5ാമത്തെ ആൻസർ മന്നത്ത് പത്മനാഭൻ. 6 സത്യശോധക് സമാജ് ആരാ? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ്. ജ്യോതിറാവു ഫുലെ. 6. 7ാമത്തത് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി. 7. 7ൻ്റെ ആൻസർ സുരേന്ദ്രനാഥ് ബാനർജി, ഇന്ത്യൻ അസോസിയേഷൻ. 8 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെയാണ്. പിന്നെ 8. 9 ഭാരതീയ വിദ്യാഭവൻ KM മുൻഷിയാണ്. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. 10 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായി നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായി നവറോജി. 11 ഭൂദാന പ്രസ്ഥാനം വിനോബ ഭാവെ. 11 ഭൂദാന പ്രസ്ഥാനം വിനോബ ഭാവെയാണ്. 12 ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരാ? ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് PC റോയ്. PC റോയ്. ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് PC റോയ്. 13 ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാരാ? ബ്രഹ്മാനന്ദ ശിവയോഗി. 14 തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിസ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിസ്കിയും കേണൽ ഓൾക്കോട്ടും. 14. 15 സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് EV രാമസ്വാമി നായ്ക്കറാണ്. സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് EV രാമസ്വാമി നായ്ക്കറാണ്. 16 ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ ആരാ സ്ഥാപിച്ചത്? മദൻ മോഹൻ മാളവ്യ. മഹാമാന എന്നറിയപ്പെടുന്നത്, യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മഹാമാന. ഇമ്പോർട്ടൻ്റ് ആണ്. മഹാമാന എന്ന് അറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ. അപ്പോൾ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യാണ്. 17 സേവാസദൻ. സേവാസദൻ സ്ഥാപിച്ചത് BM മലബാറി. മലബാറി തെളിയുന്നില്ല കേട്ടോ, ഒരു മിനിറ്റ്. മലബാറി. ഓക്കെ, BM മലബാറി. BM മലബാറി. 17. 18 മലയാളി സഭ C കൃഷ്ണപിള്ളയാണ്. മലയാളി സഭ സ്ഥാപിച്ചതാരാണ്? C കൃഷ്ണപിള്ളയാണ്. 19 സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണനാണ്. സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണൻ. ചിപ്കോ പ്രസ്ഥാനം
സുന്ദർലാൽ ബഹുഗുണ 1973 ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ 1973. അപ്പോൾ ഇത്രയാണ് ആൻസർ. എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അറിയാൻ മേലാത്തവർ, എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അറിയാൻ മേലാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക, മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പല പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്